അച്ചായന്റെ സ്വന്തം ആമി. ഡെന്നീസ് ആണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. അന്നത്തെ ക്ഷീണവും അലച്ചിലും ഒക്കെ കാരണം കിടന്നതറിയാതെ അവൻ ഉറങ്ങിപ്പോയിരുന്നു. ആമി പിന്നെയും ഡോറിൽ തട്ടി വിളിച്ചപ്പോൾ കോളിംഗ് ബെൽ തുരു മുഴങ്ങിയത്. ഡെന്നീസ് വന്ന് തന്റെ വാതിൽ തുറന്നപ്പോൾ കണ്ടു വെട്ടി വിയർത്ത് തന്റെ മുന്നിൽ നിൽക്കുന്ന ആമിയെ. അത് കണ്ടതും അവൻ എന്തോ അപകടം മണത്തു. എന്താ ആമി, എന്താ പറ്റിയേ? പോലീസ് വന്നിച്ചായ, ഒപ്പം എൻ്റെ അമ്മയുമുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ആമി കരഞ്ഞു. അപ്പോഴും കോളിംഗ് ബെൽ മുഴങ്ങുന്നുണ്ട്. എന്നെ അവരുടെ കൂടെ പറഞ്ഞയക്കരുത് ഇച്ചായ. അവൾ നിലത്തേക്ക് ഊർന്നിരുന്നുകൊണ്ട് അവന്റെ ഇരു കാലുകളിലും കെട്ടിപ്പിടിച്ചു. അയാൾ എന്നെ... അവൾ പറഞ്ഞു മുഴുവിപ്പിക്കും മുന്നേ ഡെന്നീസ് അവളുടെ ഇരു ചുമലിലും പിടിച്ചുയർത്തി എഴുന്നേപ്പിച്ച് തന്റെ നേർക്ക് നിർത്തി. ആമി, നീ വേഗം പോയി കണ്ണും മുഖവും കഴുക. വേഗം. അവൻ ഒച്ച വെച്ചതും ആമി വാഷ്റൂമിലേക്ക് ഓടി. തിരികെ വന്നതും കണ്ടു തന്റെ ഒരു ഷർട്ട് എടുത്തിട്ട് ബട്ടൺസ് ഒന്നൊന്നായി അഴിച്ചു മാറ്റുന്ന ഡെന്നീസിനെ. അവളെ കണ്ടതും അവനത് ആമിയുടെ ദേഹത്തേക്ക് എറിഞ്ഞു. ഇതിട്ടോ ആമി. എന്നിട്ട് അവൻ അലമാര തുറന്നു. കഴിഞ്ഞ തവണ വന്നപ്പോ പെങ്ങള് കൊച്ചു കൊണ്ടുവന്നു കൊടുത്ത മിന്നുമാല അവൻ കയ്യിലെടുത്തു. എന്നിട്ട് ഒന്നും നോക്കാതെ കൊണ്ട് അത് കൊണ്ടുവന്ന് ആമയുടെ കയ്യിൽ കൊടുത്തു. ഇത് കഴുത്തിലേക്ക് ഇട്ടോ കൊച്ചേ, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അവരെന്ത് ചോദിച്ചാലും നീ ഏസ് മൂളിയാൽ മതി, കേട്ടല്ലോ. പേടിയോടുകൂടി തല കുലുക്കുന്നവളെ നോക്കിയിട്ട് അവൻ മുൻവശത്തെ വാതിൽ തുറക്കാനായി പോയി. പോകുന്ന വഴിക്ക് തന്റെ ജുബ്ബ ഊരി മാറ്റാനും അവൻ മറന്നില്ല. ഉറക്കച്ചടവോടുകൂടി അവൻ വാതിൽ തുറന്നു. 4-5 പോലീസുകാരുണ്ടായിരുന്നു വെളിയിൽ. അതിലൊരാൾ വനിതാ പോലീസുമായിരുന്നു. ഡെന്നീസ് അല്ലേ? അതിലൊരു പോലീസുകാരൻ മുന്നോട്ട് വന്ന് ചോദിച്ചു. അതെ, എന്നതാണ് സാറേ പ്രശ്നം? ഈ കൊച്ചു വെളുപ്പാൻ കാലത്തെ? അവൻ ഒന്നും അറിയാത്ത പോലെ തിരിച്ചു ചോദിച്ചു. തന്നെക്കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ദേ, ആ നിൽക്കുന്ന സ്ത്രീയുടെ മകളെ കാണാനില്ല. അവൾ എവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്താനായി ഞങ്ങൾ വന്നത്. ആഹാ, അത് കൊള്ളാലോ. കാണാതാകുന്ന പെണ്ണുങ്ങളെയെല്ലാം കണ്ടെത്തുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണോ യമാനെ? ഇതെന്തോന്ന് ഇടപാടാ? പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് അന്വേഷിച്ചേ തീരൂ. ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇപ്പോൾ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കയറി സെർച്ച് ചെയ്തോളൂ. പറഞ്ഞുകൊണ്ടവൻ പോലീസിന് കയറാൻ പാകത്തിന് അല്പം മാറി നിന്നു കൊടുത്തു. അല്ലെങ്കിൽ വേണ്ട, ഞാനേ എൻ്റെ പെണ്ണുപിള്ളേനെ ഇങ്ങോട്ട് വിളിക്കാം. ഇനി അവളെങ്ങാനും കണ്ട് ഇവർ കാണുമാറിപ്പോയതാണോ? വേഗത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. അവന്റെ വിളിയൊച്ച കേട്ടതും ആമി പതിയെ പുറത്തേക്കിറങ്ങി വന്നു. ഡെന്നീസിന്റെ ഷർട്ട് ഇട്ടുകൊണ്ട് അവൻ കൊടുത്ത മിന്നുമാലയും കഴുത്തിലിട്ട് ആമി വന്ന് അവന്റെ അരികിലായി നിന്നു. അവളുടെ ഹൃദയം മിടിക്കുന്ന ശബ്ദം പോലും അവന് കേൾക്കാമായിരുന്നു. ഇതാണ് സാറേ എൻ്റെ ഭാര്യ. ഇവള് മാത്രമേ ഇപ്പൊ ഈ വീട്ടിലുള്ളൂ. സിറ്റൗട്ടിൽ വന്നു നിൽക്കുന്ന ആമിയെ കണ്ടതും ഒരു സ്ത്രീ മുറ്റത്തേക്ക് ഓടി വന്നു. അവളുടെ വേഷവും ഭാവവും കണ്ടപ്പോൾ തന്നെ അവർക്ക് എന്തൊക്കെയോ വശപിശക പോലെ തോന്നി. ആമിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവളുടെ ഇരു തോളിലും പിടിച്ച് ശക്തിയായി കുലുക്കിക്കൊണ്ട് അവളെ ഉറക്കെ വിളിച്ചു. ആമി, മോളെ, നീ എന്തിനാണ് ആരോടും ഒന്നും പറയാതെ കൊണ്ട് ഇറങ്ങിപ്പോന്നത്? അമ്മ എത്രമാത്രം പേടിച്ചു, വിഷമിച്ചു. എനിക്ക് നീയല്ലാതെ ആരാ മോളെ ഉള്ളത്? അവരവളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. പക്ഷെ യാതൊരു കുലുക്കവുമില്ലാതെ, അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആമി നിന്നു. ഇതാണോ നിങ്ങളുടെ മകള്? അവിടെ നിന്നിരുന്ന പോലീസുകാരൻ ചോദിച്ചതും ആ സ്ത്രീ തലകുലുക്കി. അതെ സാറേ, ഇതാണ് എൻ്റെ മോള്, ആമി, ഫാവയാമി. എനിക്ക് ഈ ഒരു മകൾ മാത്രമേ ഉള്ളൂ. ഭർത്താവാണെങ്കിൽ ഇവളുടെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. എൻ്റെ കുഞ്ഞിനെന്തോ അബദ്ധം പറ്റിയതാ സാറേ. ഇവളെ എൻ്റെ ഒപ്പം പറഞ്ഞയക്കണേ. കരഞ്ഞുകൊണ്ട് പറയുന്ന ആ സ്ത്രീയെ നോക്കിയപ്പോൾ
ആമിയുടെ കണ്ണുകൾ ചെറുതായി വന്നു. ഇതാരാ ആമി? നിന്റെ അമ്മയാണോ? പതിവ് സ്റ്റൈലിൽ തന്റെ ആ താടി ഇടം കൈയാൽ ഒഴിഞ്ഞുകൊണ്ട് ഡെന്നീസ് ആമിയോട് ചോദിച്ചു. അതെ ചായ, എന്റെ അമ്മയാണ്. അവൾ അത് പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മുഖം തിളങ്ങിയതായി ഡെന്നീസ് കണ്ടു. ശരി ശരി, ഇനി ഒരു കാര്യം കൂടി അറിയണം. നിന്റെ കഴുത്തിൽ കിടക്കുന്ന മിന്നുമാലയുടെ അവകാശി ആരാണ് ആമിക്കൊച്ചെ? അവൻ ചോദിച്ചതും അവിടെ നിന്നിരുന്ന പോലീസുകാരും ഒപ്പം ആമിയുടെ അമ്മയും ഒന്ന് ഞെട്ടി. എന്നിട്ട് എല്ലാവരും അവൾ എന്താണ് പറയുന്നതെന്നറിയാൻ കാത് കൂർപ്പിച്ചു. ഡെന്നിച്ചായനാണ് ഈ മിന്നുമാലയുടെ യഥാർത്ഥ അവകാശി. അവൾ പറഞ്ഞു നിർത്തിയതും ആമിയുടെ അമ്മ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ആമി! അവർ വിളിച്ചതും അവൾ മുഖമുയർത്തി. നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത്? ഇതാരാണ് നിന്റെ? എൻ്റെ ഇച്ചായനാണമ്മേ ഈ താലിയുടെ അവകാശി. ഒപ്പം എൻ്റെ ഇനിയുള്ള ജീവിതം എൻ്റെ ഇച്ചായനു വേണ്ടിയുള്ളതാണ്. അമ്മ എന്നോട് ക്ഷമി. പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവരുടെ വലങ്കൈ ഒരു ഊക്കോട് കൂടി അവളുടെ കവളിൽ പതിഞ്ഞു. പിന്നോട്ട് വീണു പോവാതെ അവൾ ചുവരിലേക്ക് പോയി ഇടിച്ചു നിന്നു. അപ്പോഴേക്കും ആ സ്ത്രീ പാഞ്ഞു വന്ന് ആമിയെ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. എടി, നീ ചതിച്ചല്ലേടി എന്നെ? ആരോടും ഒന്നും പറയാതെ ഒളിച്ചു പോന്നത് ഇതിനായിരുന്നല്ലേടി? തലങ്ങും വിലങ്ങും ആമിയെ അവർ തല്ലിച്ചതച്ചപ്പോൾ ഒരു കൈ വന്ന് ആ സ്ത്രീയുടെ വലം കൈ തണ്ടയിൽ മുറുകി. അവർ മുഖമുയർത്തിയപ്പോൾ കണ്ടത് കണ്ണിൽ കത്തുന്ന അഗ്നിയുമായി തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ഡെന്നീസിനെ ആയിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞു നിൽക്കുകയാണ് ആമിയുടെ അമ്മ. ഡെന്നീസ് ആണെങ്കിൽ പിടുത്തം വല്ലാണ്ട് മുറുക്കുകയാണ്. ആ വിടട ചെറുക്ക എന്നെ. നിന്റെ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഇതാള് വേറെയാകട്ടോ. എൻ്റെ മകളെ നീ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയല്ലടാ. മര്യാദയ്ക്ക് ഇവളെ ഞങ്ങളുടെ ഒപ്പം അയച്ചില്ലെങ്കിൽ നീ വിവരം അറിയും. അതും പറഞ്ഞുകൊണ്ട് അവർ ഡെന്നീസിന്റെ നേർക്ക് തിരിഞ്ഞു. നിങ്ങളൊരു ചുക്കും ചെയ്യില്ലെന്നേ. ഇത് ഡെന്നീസാണ്. ഇവളുടെ കഴുത്തിൽ ഈ താലി കെട്ടിയത് ഞാനാണെങ്കിൽ ദേ പെണ്ണുപിള്ളെ, ഈ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് പോലും നിങ്ങൾ ഇവളെയായിട്ടെത്തില്ല. പിന്നെ ആമിക്ക് സമ്മതമാണെങ്കിൽ കൊണ്ടുവയ്ക്കോ, ഞാൻ ഒരിക്കലും തടയില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ മുണ്ടൊന്ന് അഴിച്ചു മുറുക്കി കൊടുത്ത ശേഷം ആമിയെ നോക്കി. ഇച്ചായനെ വിട്ടിട്ട് ഞാൻ എവിടേക്കും വരില്ലമ്മേ. അമ്മ എന്നെ നിർബന്ധിക്കുകയും വേണ്ട. മോളെ ആമി, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ അമ്മയ്ക്കിനി ആരാടിയുള്ളത്? അമ്മയുടെ രണ്ടാം ഭർത്താവില്ലേ, അയാളുമായിട്ട് അമ്മയ്ക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയാം. എന്നെ ഇനി ശല്യപ്പെടുത്താനായി ഇങ്ങോട്ട് വന്നേക്കരുത്. എനിക്കെൻ്റെ ഡെന്നിച്ചായ മാത്രം മതി. ഈ ജന്മം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഈ മനുഷ്യനോട് മാത്രമാണ്, ഒപ്പം ഈ താലിയോടും. അതും പറഞ്ഞുകൊണ്ട് അവൾ ഡെന്നീസിൻ്റെ അടുത്തേക്ക് അല്പം കൂടി ചേർന്നു. കേട്ടല്ലോ പറഞ്ഞേ, ഇനി കൂടുതലൊന്നും നിങ്ങളോട് സംസാരിക്കാൻ ഞാനും എൻ്റെ ഭാര്യയും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് വേഗം തന്നെ ഈ ഏമാമാരെയും കൂട്ടി സ്ഥലം കാലിയാക്കി തള്ളേ. ഞങ്ങൾക്കൊന്ന് ഉറങ്ങണം. പാതിരാത്രി വിളിച്ചെഴുന്നേപ്പിച്ച് മനുഷ്യൻ്റെ നല്ല മൂടും കളഞ്ഞിട്ട്. അവൻ ശബ്ദം താഴ്ത്തി ആമിയുടെ അമ്മയെ നോക്കി ഒരു പ്രത്യേക ലാഘവത്തിൽ പറഞ്ഞു. എന്നിട്ട് SIയുടെ അടുത്തേക്ക് ചെന്നു. സാറേ, കാര്യം ഇവരുടെ മകളൊക്കെ ആയിരിക്കും, ശരി തന്നെ. പക്ഷെ ഞാനും ഇവളും തമ്മിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. എൻ്റെ വീട്ടുകാരെ മൊത്തം വെറുപ്പിച്ചാണ് ഞാൻ ഇവളെ കല്യാണം കഴിച്ചത്. എന്നിട്ടിപ്പോൾ ഇവളുടെ അമ്മ വന്നിട്ട് ഇതുപോലത്തെ കോപ്പിലെ വർത്താനം പറഞ്ഞാലേ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു കയറി വരും. പിന്നെ സംയമനം പാലിക്കാതെ നിവൃത്തിയില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ സ്ത്രീപീഡന പരാതിയായിരിക്കും നാളെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. SI കണ്ണുകൊണ്ട് എന്തോ കാണിച്ചപ്പോൾ ആമയുടെ അമ്മയെ വിളിച്ച് മുറ്റത്തേക്ക് മാറ്റി നിർത്തി ഒരു വനിതാ പോലീസ് ഇറങ്ങി. എന്നിട്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ അവർ തിരികെ വന്ന് ഡെന്നീസിന്റെ സിറ്റൗട്ടിലേക്ക് ഇരുന്നു. എടി,
വളർത്തി വലുതാക്കിയ അമ്മയെ ഉപേക്ഷിച്ച് കണ്ടവന്റെ കൂടെ പോയ നീയുണ്ടല്ലോ, ഒരു കാലത്തും ഗതി പിടിക്കില്ല. അനുഭവിക്ക നീ. ഇവന്റെ കൂടെ സുഖിച്ചു വാഴാമെന്ന് സ്വപ്നത്തെ പോലും നീ കരുതണ്ട. നിനക്ക് സന്തതികൾ പോലും ഉണ്ടാകില്ലടി. ഒരമ്മയുടെ ശാപമാണിത്. ഇരു കൈകളും നെറുകയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവരാമിയെ നോക്കി ഉറക്കെ പറഞ്ഞ ശേഷം വെളിയിലേക്ക് ശരവേഗത്തിൽ പാഞ്ഞുപോയി. ആ സമയത്ത് ഡെന്നീസും എസ് ഐയും കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ കഥ പറയുന്നുണ്ടായിരുന്നു. തന്റെ മുന്നിലിരുന്നു കൊണ്ട് വിങ്ങി പൊട്ടിക്കരയുന്ന ആമിയെ എങ്ങനെ ആശ്വസിപ്പിക്കണോ എന്നറിയാതെ വിഷമിക്കുകയാണ് ഡെന്നീസ്. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കവിളൊക്കെ നീര് വന്ന പോലെ വീർത്തിരിക്കുന്നു. അത് കണ്ടപ്പോൾ അവന് വിഷമം തോന്നി. ആമി, എടാ. അവൻ തോളിൽ കൈവച്ചിട്ടും അവൾ തന്റെ മുഖം കൈക്കൊമ്പിളിൽ പൂഴ്ത്തി കരഞ്ഞുകൊണ്ടേയിരുന്നു. ആമി, കരയാതെ പെണ്ണെ നീയ്. അവര് നിന്നെ തേടി വരുമെന്നുള്ളത് 100% നമുക്കറിയായിരുന്നില്ലേ? CCTV മാത്രം പരിശോധിച്ചാൽ മതി, പോലീസിന് തെളിവ് ലഭിക്കും. നിനക്കും ഇതൊക്കെ അറിയാവുന്നതല്ലേ കൊച്ചേ? എന്നതായാലും വിചാരിച്ചത്ര വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ രാത്രിയിലായകൊണ്ട് ആളുകളൊന്നും കണ്ടതുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ലടി. നീ ഒന്ന് എഴുന്നേറ്റ് വന്ന് മുഖമൊക്കെ കഴുകിക്കേ. ഏതെങ്കിലും അമ്മ സ്വന്തം മകളെ ഇങ്ങനെ ശപിക്കുമോ ഇച്ചായ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ഡെന്നീസിനോട് ചോദിച്ചു. ഇതൊന്നും എനിക്കറിയാൻ മേല കൊച്ചേ. ആ പെണ്ണുമ്പിളയ്ക്ക് എന്തിന്റെ കേടാ? നിന്നെ പോലെ തങ്കം പോലുള്ള ഒരു മകളെയാണ് അവരിങ്ങനൊക്കെ വായി വന്നത് വിളിച്ചു പറഞ്ഞത്. ആ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിന്റെ പേരും പറഞ്ഞിരുന്നിട്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല. അവൻ അല്പം ബലം പ്രയോഗിച്ചുകൊണ്ട് അവളെ മേൽപോട്ടുയർത്തിയതും ആമി ഡെന്നീസിന്റെ ദേഹത്തേക്ക് വീണ് അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. തുടരും.